നമ്മുടെ ഓൺ ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ TOD ബില്ലിങ് വന്നതോടുകൂടി രാവിലെ നമ്മൾ പുറത്തേക്ക് വിട്ട കറണ്ട് തിരിച്ചെടുത്ത് ഉപയോഗിക്കുമ്പോഴത്തേന് കറണ്ട് ബില്ല് വരുന്നുണ്ട്. അപ്പം അതിന് ഉള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇവിടെ ഒരു 4 കിലോവാട്ടിൻ്റെ ഒരു ഓൺ ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ TOD ബില്ലിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് ഈ 6 മണിക്കാണ് എല്ലാവരുടെയും ഉപയോഗങ്ങൾ നടക്കുന്നത്. 6 മണി മുതൽ 10 മണി വരെ നമുക്ക് എല്ലാവരുടെയും നാച്ചുറലായിട്ട് ഉപയോഗം കൂടുതൽ വരുന്ന ആ സമയത്ത് നമ്മൾ രാവിലെ പുറത്തേക്ക് വിട്ട കറണ്ട് തിരിച്ചെടുത്ത് ഉപയോഗിക്കുമ്പോഴത്തെ KSEB കാൽക്കുലേറ്റ് ചെയ്യുന്നത് 25% കൂടുതൽ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് കറണ്ട് ബില്ല് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് നമ്മളൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഒരു ഹൈബ്രിഡിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുക. അതായത് സാധാരണ ഹൈബ്രിഡ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ കറണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഇൻവെർട്ടറിലേക്ക് ചാർജ് ചെയ്യുക. അതായത് ബാറ്ററിയിൽ കറണ്ട് പോകുന്ന സമയം ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുകയും അതേപോലെ തന്നെ നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾ നടക്കുക. ഇതാണ് ഒരു ഹൈബ്രിഡ് എന്ന് സാധാരണ വിധത്തിൽ പറയുന്നത്. അപ്പോൾ ഈ പർപ്പസുകൾ ഉള്ള ഒരു സിസ്റ്റമാണ്. അതായത് നമുക്കിപ്പോൾ ഓൺ ഗ്രിഡും ആ വീട്ടിൽ ഒരു എക്സിസ്റ്റിംഗ് ഇൻവെർട്ടറും ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒരു ഹൈബ്രിഡിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നൊരു സിസ്റ്റമാണ്. അപ്പം അത് ചെറിയൊരു എമൗണ്ട് മുടക്കിക്കൊണ്ട് നമുക്കൊരു ഹൈബ്രിഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സിസ്റ്റമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇത് നോക്കിക്കോ. ഇവിടെ നമ്മൾ ഒരു 24 വോൾട്ടിൻ്റെ സാധാരണ ഒരു ഇൻവെർട്ടറായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. ഈ ഇൻവെർട്ടറിനെ നമ്മൾ ഒരു ഹൈബ്രിഡ് MPPT വെച്ചുകൊണ്ട് ഇത് ഹൈബ്രിഡിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിന് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതായത് ഏത് സമയത്ത് നമുക്ക് കറണ്ട് എടുത്ത് ഈ ഇൻവെർട്ടറിൽ നിന്ന് കറണ്ട് ഉപയോഗിക്കണമെന്നുള്ളത് എടുക്കണമെന്നുള്ളത് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. അതേപോലെ തന്നെ ഇതിപ്പം കറണ്ട് പോകുന്ന സമയം, ഇപ്പോൾ രാവിലെ സമയത്ത് കറണ്ട് പോയെന്ന് വെച്ചു. അപ്പോൾ കറണ്ട് പോകുന്ന സമയം നേരെ ഈ ഇൻവെർട്ടറിലേക്ക് ചാർജ് ചെയ്യും. കറണ്ട് പോകുമ്പോൾ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. കറണ്ട് പോകുന്ന സമയം നേരെ ഈ MPPTയിലേക്ക് കണക്ട് ചെയ്തത് ഇൻവെർട്ടറിലേക്ക് ചാർജ് ചെയ്യും. അപ്പം എന്താ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീട്ടിൽ രാവിലെ ഒരു ദിവസം ഫുള്ള് കറണ്ട് ഇല്ല എന്ന് വെച്ചാലും ഈ ബാറ്ററി ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിൽ കറണ്ട് ഇല്ലാതെ വരത്തില്ല. ഈ ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് തന്നെ വർക്ക് ചെയ്യും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പം വൈകുന്നേരം ഇപ്പോൾ 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം TOD ബില്ലിങ്ങിൻ്റെ ആ ഒരു പീക്ക് ടൈമാണ് 6 മണി മുതൽ 10 മണി വരെ. ആ സമയം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ ഈ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന എന്തെല്ലാം ഡിവൈസ് ഉണ്ടോ അതെല്ലാം ഇവർക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇൻവെർട്ടറിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് അവർക്ക് ആ TOD ബില്ലിങ്ങിൻ്റെ സമയത്തുള്ള കറണ്ട് ബില്ല് വരത്തില്ല. ഇതിപ്പം ഇൻവെർട്ടർ ഇപ്പം ഓൺ ഗ്രിഡാണ്. നമ്മളിപ്പം കറണ്ടുണ്ട് ഈ വീട്ടിലേക്ക് ലൈവ് ഉപയോഗിച്ചതിൻ്റെ ബാക്കി നേരെ ഗ്രിഡിലേക്ക് വിടുക. അപ്പോൾ ഇതിനകത്തിപ്പം ഞാനിതിപ്പം മാനുവലി ഓഫ് ചെയ്ത് കാണിക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. ജസ്റ്റ് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓഫ് ചെയ്യുക. ഇപ്പം ഇവിടെ നോക്കിക്കേ, ഇതിനകത്ത് 28.5 എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. 28.6 വോൾട്ട് ഈ ബാറ്ററിയിൽ ഇപ്പം സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ആംബിയർ കാണിക്കുന്ന 0 ആയി. ഇപ്പോൾ ചാർജിങ്ങോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. ഇപ്പോൾ ഇതിനകത്തൊന്നും വരുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ ബാറ്ററി ഇത് ജസ്റ്റ് ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ ഓഫ് ചെയ്തപ്പോഴത്തേന് ഇപ്പോൾ ഇതിനകത്ത് 28.5 ഇൻവെർട്ടറിൽ ഉണ്ട്. അതേപോലെ തന്നെ ചാർജിങ് വരുന്നുണ്ട്. ഇപ്പം ഇത് ത്രൂ ആണ് പാനലിൽ നിന്ന് ഡയറക്റ്റ് ഇതിലേക്ക് വന്ന് ഇതിലേക്ക് കയറുന്നുണ്ട്. അപ്പം 3 ആംബിയറാണ് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത്. ഈ 3 ആംബ് നമ്മുടെ വീട്ടിലിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലോഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വീട്ടിലേക്കുള്ള ലോഡും ഇതിൻ്റെ ചാർജിങ്ങും എല്ലാം ഇതിനകത്തൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അത് തിരിച്ചത് ഓണാക്കുകയാണ്. ഓണാക്കുമ്പോഴത്തേന് അത് തിരിച്ച് സാധാരണ ഗ്രിഡിലേക്ക് മാറും. അപ്പം ഇതിൻ്റെ ചിലവ് വരുന്നത് എത്രയാണെന്നുള്ള എല്ലാവർക്കും അറിയണമെന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിന് ചിലവ് വരുന്നത്, ഈ സിസ്റ്റത്തിന് വരുന്നത് 25,000 രൂപയാണ് ചിലവ് വരുന്നത്. പ്ലസ് അതിൻ്റെ കേബിളിങ് വരുന്നുണ്ട്. അപ്പം 25,000 പ്ലസ് കേബിളിംഗ് ആണ് ഈ ഒരു സിസ്റ്റത്തിന് ഇവിടെ വന്നിരിക്കുന്ന ചിലവ്. മറ്റുള്ള സ്ഥലങ്ങളിൽ അവരുടെ ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചും പാനലിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചും ഒക്കെ വ്യത്യാസം വരാം. പ്ലസ് കേബിളും അഡീഷണൽ ആയിരിക്കും വരിക. അപ്പം ഇതേപോലൊരു സിസ്റ്റം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.